ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് യു.എയിൽ ഇപ്പോൾ കോവിഡിനെതിരെയുള്ള വാക്സിൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച്, എത്രമാത്രം ഇത് എഫിക്കസിയാണ്, അതുപോലെ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഏത് സ്ഥലത്ത് നിന്നാണ് കിട്ടുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വാക്സിൻ എന്ന് പറയുന്നത് സൈനോഫാർം എന്നുള്ള വാക്സിനാണ്. ചൈനയിൽ ഡെവലപ്പ് ചെയ്ത് G42 എന്നുള്ളൊരു കമ്പനി യു.എയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്സിനാണ്. ഇത് ഏകദേശം 30,000 ആളുകളിൽ കൊടുത്ത ഒരു പഠന റിപ്പോർട്ട് ഇപ്പോൾ വന്നു. 86 മുതൽ 90% എഫക്റ്റീവ് ആണ് ഈ വാക്സിൻ. അപ്പോൾ അത് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നതേ ഉള്ളൂ. നമ്മൾ ഏകദേശം അതിൻ്റെ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വാർത്തയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാ വർഷവും എടുക്കുന്ന ഫ്ലൂ വാക്സിന് പോലും 60% അതിൻ്റെ എഫിക്കസി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു എഫക്റ്റീവ് വാക്സിൻ ആണെന്ന് തന്നെ പറയാനായിട്ട് കഴിയും. ഇനി ഈ വാക്സിൻ നമുക്കിപ്പോൾ എങ്ങനെയാണ് എടുക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ പ്രൈവറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ സേഹ എന്നുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങളുണ്ട്. www.seha.ae എന്നുള്ളൊരു വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഹോസ്പിറ്റൽ അവൈലബിൾ ആണെന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ 850 എന്നുള്ളൊരു നമ്പർ ഓർത്ത് വയ്ക്കുക, അത് എളുപ്പമാണ്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് കഴിയും. ഇനി ഈ പ്രൈവറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ BPS ഹെൽത്ത് ഗ്രൂപ്പിൽ ഇപ്പോൾ ഉണ്ട്, ഏകദേശം 18ഓളം ഹോസ്പിറ്റലുകളുണ്ട്. അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 800-55-46 വാട്സാപ്പ് നമ്പർ ഉണ്ടെന്ന് ഞാൻ ഈ പോസ്റ്റിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ BPS ഏതൊക്കെ ഹോസ്പിറ്റലാണ് ഇപ്പോൾ മൊത്തം ഉള്ളതെന്നുള്ള ലിസ്റ്റ് ഞാൻ ഈ പോസ്റ്റിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ NMCയിലും ഉണ്ട്. NMCയിൽ ഏകദേശം 11ഓളം ഹോസ്പിറ്റലിൽ ഇപ്പോൾ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരു $100 മുതൽ $150 വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഭാവിയിൽ. ഇനി ഇത് ഏത് വാക്സിനാണ്? ഇതൊരു കിൽഡ് വാക്സിനാണ്. എന്താണ് കിൽഡ് വാക്സിൻ? നമുക്കൊരു 15 വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയ അസുഖം ഉണ്ടാവുമെങ്കിൽ ആ 15 എണ്ണത്തിനെ നിർവീര്യമാക്കിയതിന് ശേഷം നമ്മൾ ശരീരത്തിൽ കുത്തിവെക്കുന്നതിനാണ് കിൽഡ് വാക്സിൻ എന്ന് പറയുന്നത്. ഈ കിൽഡ് വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഈ അസുഖത്തിനെതിരെയുള്ള ആൻറ്റിബോഡി ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഭാവിയിൽ നമ്മുടെ വൈറസ് ശരീരത്തിൽ കയറിയാലും, കോവിഡ് വൈറസ് ശരീരത്തിൽ കയറിയാലും ഇതിനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് ഇതിനെതിരെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. ആ ഒരു പ്രിൻസിപ്പിളിലാണ് കിൽഡ് വാക്സിൻ പ്രവർത്തിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു വാക്സിനും കൂടെ നമ്മൾ യു.എയിൽ കൊടുക്കുന്നുണ്ട്. സ്പുട്നിക് V എന്നുള്ള റഷ്യൻ വാക്സിനാണ്. പക്ഷെ അത് അംഗീകാരം കിട്ടിയിട്ടില്ല, അത് ട്രയലിലാണെന്ന് മനസ്സിലാക്കുക. ട്രയൽ വാക്സിനാണ്. ഇപ്പോൾ അപ്രൂവൽ കിട്ടിയേക്കുന്ന വാക്സിൻ ഈ പറഞ്ഞിരിക്കുന്ന സൈനോഫാർം എന്നുള്ളൊരു വാക്സിനാണ്. അപ്പോൾ അതാണ് വാക്സിൻ. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയെന്ന് പറഞ്ഞാൽ 2 to 6 ഡിഗ്രി സെൽഷ്യസിലാണ്, അല്ലെങ്കിൽ 4 to 6 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. അത് വളരെ നല്ലൊരു വാർത്തയാണ്. കാരണം നമ്മൾ ഫൈസറും അതുപോലെ മൊഡേണ എന്നുള്ള എല്ലാ വാക്സിനും -ഡിഗ്രിയിലാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പാടാണത്. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ പാടാണ് ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ കൊണ്ടുപോകാൻ. പക്ഷേ 4 to 6 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റോരോ സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ദുബായ്, അബുദാബി, ഷാർജ, ഫുജൈറ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും ലിസ്റ്റ് ഞാൻ ഈ പോസ്റ്റിൻ്റെ ആദ്യം ഇട്ടിട്ടുണ്ട്. ആരൊക്കെ ഇത് എടുക്കാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പോൾ എടുക്കാൻ പാടില്ലാത്ത ഏകദേശം 5ഓളം വ്യക്തികളുണ്ട്. 1, പ്രഗ്നൻ്റ് ആണെങ്കിൽ എടുക്കാൻ പാടില്ല. 2, നിങ്ങൾ പ്രീവിയസ് അലർജി ഉണ്ട്, സിവിയർ മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ, ഈ വാക്സിൻ കൊടുക്കുമ്പോൾ, ഏതെങ്കിലും വാക്സിൻ എടുക്കുമ്പോൾ സിവിയർ അലർജി എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെടുക്കാൻ പാടില്ല. 3, എപ്പിലെപ്സി ഹിസ്റ്ററി ഉണ്ട്, അതായത് നമുക്ക് അപസ്മാരമുണ്ട്, അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഈ വാക്സിൻ എടുക്കാൻ പാടില്ല. 4, ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ. ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ലൈവ് വാക്സിൻ കഴിഞ്ഞ 1 മാസത്തിനകത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല. എന്തൊക്കെയാണ് ലൈവ് വാക്സിൻ? BCG അല്ലെങ്കിൽ MMR, അതുപോലെ റോട്ടാ വൈറസ്, അങ്ങനെയുള്ള യെല്ലോ ഫീവർ. ഇതിൻ്റെ വാക്സിന് കഴിഞ്ഞ 1 മാസത്തിനകത്ത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും 1 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ വാക്സിൻ എടുക്കാവൂ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മൾ കഴിഞ്ഞ 15 ദിവസത്തിനകത്ത് വേറൊരു വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും അതും കഴിഞ്ഞതിന് ശേഷം, 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു സൈനോഫാർമിൻ്റെ വാക്സിൻ എടുക്കാവൂ. അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒന്നുകൂടെ പറയാം. നമ്മൾ എടുക്കാൻ പാടില്ലാത്തതെന്ന് പറയുമ്പോൾ അപസ്മാരം മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് സിവിയർ അലർജി ഉണ്ട്, പിന്നെ മെൻ്റൽ ഇൽനെസ്, ഒരു നമ്മുടെ സൈക്കാട്രിക് മരുന്ന് കഴിക്കുന്നുണ്ട്, അതുപോലെ ഷിസോഫ്രീനിയ പോലുള്ള മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികളാണെങ്കിലും കഴിക്കരുത്, ഈ വാക്സിൻ എടുക്കരുത്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഇപ്പോൾ ഈ വാക്സിൻ കൊടുക്കുന്നത്. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ 5 കാര്യങ്ങളാണ് അവിടെ നേഴ്സ് ശ്രദ്ധിക്കുന്നത്. ആദ്യം നിങ്ങളുടെ അൽഹോസൻ ആപ്പ് നോക്കും. അൽഹോസൻ ആപ്പിൻ്റെ അകത്ത് നിങ്ങൾ ട്രയൽ കാൻഡിഡേറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വാക്സിൻ എടുക്കില്ല. കാരണം ഓൾറെഡി നമുക്ക് ട്രയലിൻ്റെ വാക്സിൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ വാക്സിൻ തരില്ല. അപ്പോൾ ട്രയൽ കാൻഡിഡേറ്റ് എന്ന് ആപ്പിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വാക്സിൻ എടുക്കില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. 2, ഹിസ്റ്ററി ഓഫ് കോവിഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. നിങ്ങൾക്ക് കോവിഡ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. ചെറിയ മൈൽഡ് കോവിഡ് ആണെങ്കിൽ
കുഴപ്പമില്ല, വാക്സിൻ എടുക്കാം. സിവിയർ കോവിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓക്സിജൻ വേണ്ടി വന്നെങ്കിൽ നിങ്ങളുടെ ആൻറ്റിബോഡി ലെവൽ അവർ ചെക്ക് ചെയ്യും. ആൻറ്റിബോഡി ലെവൽ ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂ 33.6 യൂണിറ്റിൻ്റെ മുകളിലാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പ്രതിരോധ ശക്തി ഉണ്ട്. 33ൻ്റെ താഴെയാണെങ്കിൽ എന്താണ് നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ആൻറ്റിബോഡി കുറവാണ്, നമ്മൾ വാക്സിനേഷൻ എടുക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം ഈ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആൻറ്റിബോഡി ലെവൽ ചെക്ക് ചെയ്യണം. ആൻറ്റിബോഡി ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ 33ൻ്റെ മുകളിലുണ്ടെങ്കിൽ, ആ വാല്യൂ നോക്കുമ്പോൾ 33ൻ്റെ മുകളിലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ആൻറ്റിബോഡി ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. 33ൻ്റെ താഴെയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വാക്സിൻ എടുക്കേണ്ടത്. എത്ര ഡോസാണ് എടുക്കേണ്ടത്? 2 ഡോസാണ് എടുക്കേണ്ടത്. 21 ദിവസം ഇടവിട്ട് 21 to 28 ഡേയ്സ് ആണ്. 21 മുതൽ 28 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഡോസ് എടുക്കേണ്ടത്. അപ്പോൾ അതും അറിഞ്ഞിരിക്കണം. ഇനി 50 വയസ്സിൻ്റെ മുകളിലുള്ള 50 വയസ്സിൻ്റെ താഴെയുള്ള വ്യക്തികളാണ് വാക്സിൻ എടുക്കാൻ വരുന്നത്. ഫീമെയിൽ ആണെന്ന് ആലോചിക്കുക. അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാറുണ്ട്. മാരീഡ് ആണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യും. പ്രഗ്നൻസി ടെസ്റ്റ് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് നോക്കിയതിന് ശേഷം പോസിറ്റീവ് ആണെങ്കിൽ വാക്സിൻ കൊടുക്കില്ല. അപ്പം അതും അറിഞ്ഞിരിക്കണം. അപ്പം ഈ പിന്നെ വൈറ്റൽസ് നോക്കുക, നമ്മുടെ BP, ഹാർട്ട് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും. അതിലും എന്തെങ്കിലും പ്രോബ്ലം വളരെ സിവിയർ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ വാക്സിൻ എടുക്കില്ല. അപ്പോൾ ഈ 5 കാര്യങ്ങൾ അറിയുക. നമ്മൾ വാക്സിൻ എടുക്കാൻ വരുമ്പോൾ അവരെന്തൊക്കെ ചെക്ക് ചെയ്യും? അൽഹോസൻ ആപ്പിൽ നമ്മുടെ സ്റ്റാറ്റസ് നോക്കും. രണ്ടാമതായിട്ട് ഹിസ്റ്ററി ഓഫ് കോവിഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ടൈറ്റർ നോക്കും. ടൈറ്റർ ആ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ടൈറ്റർ ചെക്ക് ചെയ്യും. ടൈറ്റർ ചെക്ക് ചെയ്യാൻ കോസ്റ്റ് ഉണ്ട്, അത് നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ടതായിട്ട് വരും. വാക്സിൻ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ 50 വയസ്സിൻ്റെ താഴെയുള്ള ഫീമെയിൽസ് ആണ് വരുന്നെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ വൈറ്റൽസ് ചെക്ക് ചെയ്യും, നമ്മുടെ BP, ഹാർട്ട് റേറ്റ് എല്ലാം ചെക്ക് ചെയ്യും. പിന്നെ എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ, നേരത്തെ പറഞ്ഞിരുന്ന എന്തെങ്കിലും വാക്സിൻ കൊടുക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും അവസ്ഥയുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യും. ഇത്രയും കാര്യം ചെക്ക് ചെയ്തിട്ടാണ് വാക്സിൻ എടുക്കുന്നത്. എവിടെയാണ് വാക്സിൻ എടുക്കുന്നത്? കയ്യിലാണ് വാക്സിൻ എടുക്കുന്നത്. കയ്യിൽ ഒരു 0.5 ml ഇഞ്ചക്ഷനാണ് എടുക്കുന്നത്. സാധാരണ നമ്മുടെ ടെറ്റനസ് ഒക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ കയ്യിലാണ് എടുക്കുന്നത്. എത്ര ദിവസം കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാം? 21 to 28 ഡേയ്സിൻ്റെ അകത്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാം. സെക്കൻഡ് ഡോസ് എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഡോസിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുമ്പോൾ 0244933333 എന്നുള്ള നമ്പറിലാണ് നിങ്ങൾ വിളിച്ചറിയിക്കേണ്ടത്. എന്തെങ്കിലും വാക്സിൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 0244933333 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. നിങ്ങൾ ഈ വാക്സിൻ എടുത്തതിന് ശേഷം 30 മിനിറ്റ് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി റിയാക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ അലർജി ഉണ്ടെങ്കിൽ അത് ഡോക്ടർ ഉടനെ തന്നെ AEFI എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്, അഡ്വൈസ് ഈവൻറ്റ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ എന്നുള്ള റിപ്പോർട്ടുണ്ട്. അത് DOHലോട്ട്, ഡയറക്ടർ ഓഫ് ഹെൽത്തിലോട്ട് ഫോർവേഡ് ചെയ്യും. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളെ തിരിച്ചു വിളിക്കും. എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഡോസ് എടുക്കുന്നതിന് മുമ്പ് സെയിം വാക്സിൻ തന്നെ എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ സൈനോഫാർമ തന്നെയാണ് എടുത്തെങ്കിൽ സൈനോഫാർമ തന്നെയാണ് എടുക്കുന്നതെന്നുള്ള ഉറപ്പുവരുത്തുക. കാരണം മാറ്റിയെടുക്കുന്നത് ഇപ്പോൾ അപ്രൂവ്ഡ് അല്ല. അപ്പം ഏതാണോ വാക്സിൻ എടുത്തേക്കുന്നത് ആ വാക്സിൻ തന്നെയാണ് അടുത്ത ഡോസിലും എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായിട്ട്, നമുക്ക് 39 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ പനി 3 ദിവസം, ഈ കഴിഞ്ഞ 21 ദിവസത്തിനകത്ത് 3 ദിവസം 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാക്സിൻ എടുക്കേണ്ടെന്ന് പറയും. അപ്പോൾ അത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്ററിയാണ്. ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം സെക്കൻഡ് ഡോസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് 39 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ 3 ദിവസത്തിൽ കൂടുതൽ നിന്നാൽ അതിനർത്ഥം നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ വാക്സിൻ എടുക്കാവൂ. അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ സീരിയസ് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും വാക്സിൻ എടുക്കില്ല. അത് കൂടാതെ ഈ സമയത്ത് പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിലും വാക്സിൻ എടുക്കില്ല. അപ്പം ഇതാണ് സെക്കൻഡ് ഡോസിന്റെ മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പം എന്തെങ്കിലും സിവിയർ അലർജി ഉണ്ടോ, നമ്മുടെ പനി ഉണ്ടായിട്ടുണ്ടോ, 39ന് മുകളിൽ പനി ഉണ്ടായിട്ട് കഴിഞ്ഞ് 3 ദിവസമായിട്ട് നിൽക്കുന്നു, സെയിം വാക്സിൻ വേണം എടുക്കാൻ. പിന്നെ അതുപോലെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ സമയത്ത് വാക്സിൻ എടുക്കില്ല എന്ന് അറിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് എത്ര നാൾ കഴിഞ്ഞ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും? ഈ സെക്കൻഡ് ഡോസ് എടുത്തതിന് ശേഷം 4 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇമ്മ്യൂണിറ്റി വരും, നമുക്ക് പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ പുറത്തു വരും 4 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക. 4 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് പ്രതിരോധ ശക്തി വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട്. IgE ടെസ്റ്റ് ഉണ്ട്, ആൻറ്റി-S, ആൻറ്റി-N എന്ന ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം കോവിഡ് വാക്സിൻ എടുത്തു, ഇതിനെതിരെയുള്ള അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, അവർ ചെക്ക് ചെയ്യും. പക്ഷെ അത് കോസ്റ്റ് ആണെന്നുള്ളത്, കയ്യിൽ നിന്ന് നമ്മൾ പൈസ മുടക്കി ചെയ്യേണ്ടതായിട്ട് വരും.
അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 33-ന്റെ താഴെയാണെങ്കിൽ നമ്മൾ 3rd ഡോസും 4th ഡോസും എടുക്കേണ്ടി വരും. 33-ന് മുകളിലാണെങ്കിൽ പേടിക്കേണ്ട, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ കോവിഡിനെതിരെയുള്ള ആന്റിബോഡി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിന്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്? ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള സംശയം. സൈഡ് എഫക്റ്റ് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി ചില ആളുകളിൽ വരാറുണ്ട്, വിറയൽ ചില ആളുകളിൽ വരാറുണ്ട്, പിന്നെ അതുപോലെ ബാക്ക് പെയിൻ വരുന്നുണ്ട്, ചില ആളുകളിൽ വോമിറ്റിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ പെർസെൻറ്റേജ് പറയുവാണെങ്കിൽ പനിയൊക്കെ വളരെ ചുരുക്കം ആൾക്കാരിലാണ്, വളരെ മൈന്യൂട്ട് ആൾക്കാരിൽ മാത്രമാണ് പനി വരുന്നത്. ഒരു 15 മുതൽ 20% ആൾക്കാരിലാണ് പനി വരുന്നത്. വിറയലും അതുപോലെ തന്നെയാണ് 15 മുതൽ 20%. ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണുന്നത് ആ എടുത്ത ഭാഗത്ത് വേദന വരുന്നുണ്ട്. 60% ആളുകളിൽ എടുത്ത ഭാഗത്ത് വേദന വരുന്നുണ്ട്. ഛർദിലൊക്കെ 1% മാത്രമാണ്. തലവേദന 15 മുതൽ 20%, അതും 15 മുതൽ 20%. പിന്നെ ബാക്ക് ഏക്ക് ചില ആൾക്ക് വരുന്നത്. അപ്പം സീരിയസ് സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കുറേ നാളായിട്ട് ഈ വാക്സിൻ്റെ പുറകെയാണ്. അപ്പം ഇതുവരെ അതിൻ്റെ സീരിയസ് സൈഡ് എഫക്റ്റ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഏകദേശം 1 ലക്ഷം ആളുകളിൽ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. 30,000 ആളുകളിലാണ് ട്രയൽ കൊടുത്തത്. ഏകദേശം 1 ലക്ഷം ആളുകളിൽ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ആകെ കൂടെ വന്നിരിക്കുന്നത് 60% ആളുകൾക്ക് നമുക്ക് വേദന വന്നിട്ടുണ്ട്, കയ്യിൽ വേദന, ബാക്ക് പെയിൻ വന്നിട്ടുണ്ട്, പനി വന്നിട്ടുണ്ട്, ഛർദിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ സൈഡ് എഫക്റ്റ് മാത്രമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഏതാണ്? 0244933333 എന്നുള്ള നമ്പറിലാണ് നിങ്ങൾ വിളിച്ചറിയിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഞാൻ വാക്സിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് വാക്സിൻ എടുക്കേണ്ടത്, എത്ര ഡോസാണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ്, ആരാണ് എടുക്കാൻ പാടില്ലാത്തത്, അതുപോലെ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. എല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ച് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പം വേറൊരു ടോപ്പിക്കുമായിട്ട് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.